ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 43 അധ്യായം അതിൻ്റെ 19 വാക്യം വായിക്കാം. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 43:19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നീരുറവകളും ഞാൻ ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായി ഇടപെട്ട ഒരു ദൈവവചനമാണ്. ദൈവം ചില പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുകയാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ മനോഭാവം ദൈവത്തിനറിയാം. നമ്മുടെ മനോഭാവം എന്താണ്? ഇത് ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഇന്ന് കാത്തിരിക്കേണ്ട, അത് ഇപ്പോൾ എന്ത് ചെയ്യും? ഉത്ഭവിക്കും. ദീർഘസമയത്തിന് കാത്തിരിപ്പിന് വേണ്ടിയുള്ള ഒരു ദൂതല്ല. ദൈവം ഉത്ഭവിച്ച് നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തുവാൻ പോകുന്ന അസാധ്യമെന്നുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിൻ്റെ ഉത്ഭവത്തിൻ്റെ പ്രത്യേകത? മരുഭൂമിയിൽ ഒരിക്കലും ഒരു നീരുറവ തുറക്കുകയില്ല എന്ന് പറഞ്ഞാൽ 3 തലങ്ങളിൽ ദൈവം നിന്നെ വിശ്വാസം ഉറപ്പിക്കുകയാണ്. ഒന്ന്, നിന്റെ വിടുതലിന് വേണ്ടി ഒരു പുതിയ കാര്യം ദൈവം ചെയ്യാൻ പോകുന്നു. ഒന്ന്, അത് ദീർഘനാളുകൾ കാത്തിരിക്കുവാൻ വേണ്ടിയുള്ളതല്ല, അതിപ്പോൾ ഉത്ഭവിക്കും. മൂന്നാമത്തെ നിന്നെ ഉറപ്പിക്കുന്ന വിഷയം, ഏത് വിഷയത്തോടാണ് ദൈവദൂത് പറയുന്നത് ചോദിച്ചാൽ, ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിൽ നീ അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം സംസാരിക്കാൻ പോകുക. സ്തോത്രം. മനസ്സിലായി? 3 ലെവലിൽ നിന്നെ വിശ്വാസം ഉറപ്പിക്കുക. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, കുവൈറ്റിൽ വന്നപ്പോൾ 2004 ഫാമിലി വിസയ്ക്ക് എത്ര വേണം? 600 KD. എനിക്ക് ജോലി കിട്ടിയ ശമ്പളം 250 KD. ഭാരപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിയമം മാറി. ഫാമിലി വിസ 250 KD ഉണ്ടെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാം. പക്ഷേ മിനിമം 3 വർഷം ഈ കുവൈറ്റിൽ താമസിച്ചവർക്ക് 250 KD, പുതിയ ആളുകൾക്ക് 600 KD. ഞാൻ ദൈവം ഈ വക്കത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ക്ലോസ് വെച്ച് കളഞ്ഞല്ലോടാ. സ്തോത്രം. അടുത്ത ദിവസം കുവൈറ്റ് ടൈംസിൽ ഒരു വാർത്ത, സ്പെഷ്യൽ മീറ്റിംഗ് ഹെൽഡ് ഇൻ പാർലമെന്റ്. ഒരൊറ്റ വിഷയത്തിന് വേണ്ടി. എന്താണെന്നറിയാമോ? ഫാമിലി വിസ 250 KD എല്ലാവർക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ ഇത് ഓർപ്പിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ പറയുന്നു, ദേശത്തിലെ നിയമം എനിക്ക് വേണ്ടി ദൈവം മാറ്റി. സ്തോത്രം. ദേശത്തിലെ നിയമം മാറ്റിയതല്ല ഞാൻ പറയുന്നത്, ദേശത്തിലെ നിയമം എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റി. എന്തിനു വേണ്ടി? നീയും കുടുംബം ഇവിടെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുക. 3 കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുക. അസാധ്യ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം പുതിയത് ചെയ്യുവാൻ പോകുന്നു. അത് ദീർഘനാളുള്ള കാത്തിരിപ്പല്ല, അത് ഉടൻ സംഭവിക്കും. അത് നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞു മരുഭൂമിയിൽ എന്താ ഇങ്ങനെ പറഞ്ഞു? വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ അല്ലെങ്കിൽ നിർജ്ജന പ്രദേശം, മരുഭൂമിയെ തന്നെ നമുക്ക് കാണാൻ കഴിയും. വഴി വേണം നമുക്ക്. എന്ത് ചെയ്യാം? വേണമെന്ന് വെട്ടാം. നമുക്കൊരു വഴിയൊക്കെ ഇട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളറൊക്കെ അടിച്ചുണ്ടാക്കാൻ നോക്കാം. പക്ഷെ നീരുറവ് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, തുറക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവമക്കളുടെ മനോഭാവത്തെ കാണിക്കുന്നു. പ്രാർത്ഥനയിൽ ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടും, ചില വിഷയങ്ങൾക്കൊന്നും കിട്ടുകയില്ല. ഇല്ലേ? അങ്ങനെ മനോഭാവം ഇല്ലേ? സ്തോത്രം. നമ്മുടെ എല്ലാ ഉള്ളത്തിലുണ്ട്. ദൈവമേ എത്ര പ്രാർത്ഥിച്ചു, ഇതിന് വിടുതലില്ലല്ലോ. എന്നാൽ
സ്തോത്രം. മറ്റു ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് വിടുതൽ കിട്ടും. ഒരു ദൂത് പറയാം, ഏതെങ്കിലും ഒരു വിഷയത്തിന് വിടുതൽ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സകല വിഷയങ്ങൾക്ക് നിനക്ക് വിടുതൽ കിട്ടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത്. സ്തോത്രം. എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ ദൈവം നീര് തുറക്കാൻ പോകുന്നത്? നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ പോകുക. സ്തോത്രം. ഇനി നീ മനസ്സിൽ കാണേണ്ടത്, എൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ നിന്റെ മനസ്സിൽ വെക്കണം. ഇനി ഈ ദൂത് കേൾക്കും മുഴുവൻ ഒരിക്കലും സംഭവിക്കില്ലെന്ന് നീ വിശ്വസിക്കുന്ന വിഷയങ്ങൾ നിന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ദൂത് കേൾക്കുവാനായിട്ട്. ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഉൽപ്പത്തി 21 അധ്യായം അതിന്റെ 14-15 വായിക്കും. ജനസിസ് 21:14-15. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അവൾ ഇപ്പോൾ എവിടെ നിൽക്കുക? ബെർശേബ മരുഭൂമിയിൽ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 17 വാക്യം വായിച്ചു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. മരുഭൂമിയിലൂടെ വന്നു. പിന്നെ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ നടലിലിട്ടു. അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നു. അവസാനം അവൾ കുട്ടിയെ കൊണ്ട് സ്ഥലത്തിട്ടിട്ട് അവൾ പറഞ്ഞു, എനിക്കിനി അവന്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് അവൾ ദൂരത്ത് മാറിയിരുന്നു. സ്തോത്രം. ദൈവം ഇടപെട്ടു. അതിന്റെ 17 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് പറഞ്ഞത്, ഹാഗാറെ നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. സ്തോത്രം. അവനെ മഹാജാതിയാക്കുമെന്ന് പറഞ്ഞത് ദീർഘകാലത്തേക്കുള്ള ദൂതാണെങ്കിൽ നീരുറവ അപ്പോൾ ഉത്ഭവിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിന്റെ കാരണം? ബാലന്റെ നിലവിളിയുടെ മധ്യത്തിൽ മരുഭൂമിയിൽ നീരുറവ തുറന്നു. നീ അസാധ്യമായ നിന്റെ വിഷയത്തെ ഓർത്ത് ദൈവസ്ഥലം നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോടുള്ള ദൂത എന്ന് പകൽ ദൈവം പറയുന്നത്, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അസാധ്യം എന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ നീ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നിന്നോടൊരു കാര്യം ദൈവത്തിന് പറയാനുണ്ട്. കണ്ണ് തുറന്ന് നോക്ക്, നിന്റെ വിടുതൽ നിനക്ക് ഇന്ന് കാണാൻ കഴിയും. സ്തോത്രം. ഒന്നാമത്തെ റീസൺ, നിന്റെ കണ്ണുനീര് ദൈവം കണ്ടിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ വയ്യ? അടങ്ങിയിരിക്കാൻ വയ്യ. എൻ്റെ മകൻ കരയുന്നത്, എൻ്റെ മകൾ കരയുന്നത് കണ്ടുകൊണ്ട് അടങ്ങിയിരിക്കാൻ ഞാൻ മനുഷ്യരുടെ ദൈവത്തിന്. സ്തോത്രം. നിനക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. എങ്ങനെ? പുതിയ കാര്യം ചെയ്യാൻ പോവുക. നീ പഴയ സിസ്റ്റം ഒന്നും പ്രതീക്ഷിക്കരുത്. പുതിയ കാര്യം ചെയ്യാൻ പോവുക. സ്തോത്രം. നിന്റെ വിടുതലിന് വേണ്ടി. ഒന്നാമത്തെ കാരണം നിന്റെ നിലവിളി. രണ്ടാമത്തെ റീസൺ എന്താ അറിയാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 3 അധ്യായം അതിന്റെ 5 മുതൽ 8 വരെ ഒന്ന് വായിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3 അധ്യായം. ആ ആ ആ ആ ആ നാം ഏത് വഴിയായി പോകണമെന്ന് ചോദിച്ചപ്പോൾ ഏതോ മരുഭൂമി വഴി പോകണം. സ്തോത്രം. അതിന്റെ 9 വാക്യം വായിച്ചേ. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും പുറപ്പെട്ടു. ആ ആ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. സ്തോത്രം. മതി. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, ആലോചന ദൈവം, ഈ വെള്ളം കിട്ടാൻ ആലോചിക്കുന്ന ഏതെങ്കിലും ദൈവഭക്തരുണ്ടോ? അപ്പോൾ അവിടെ പറഞ്ഞു, ആരുണ്ട്? ഏലീശയുണ്ട്. അങ്ങനെ ഏലീശയെ വിളിക്കുന്നു. ഏലീശ അവരോട് പറഞ്ഞു, സ്തോത്രം. അതിൻ്റെ 16 വായിച്ച്. ഏലീശ പറയുകയാണ്, ആ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ മരുഭൂമിയിലല്ല, ഈ താഴ്വരയിൽ നിങ്ങൾ കുഴികൾ വെട്ടുവിൻ. സ്തോത്രം. താഴ്വരയിൽ കുഴികൾ വെട്ടുവിൻ. അടുത്ത വാക്യം, കാറ്റും കാണുകയില്ല, മഴയും കാണുകയില്ല, ആ ആ നിറയും. സ്തോത്രം. അതിന് 20 വാക്യോട് വായിക്കാം. അയ്യോ, എവിടെ വന്നത്? താഴ്വരയിൽ എവിടെന്നാ വെള്ളം വന്നത്? ഏതോ മരുഭൂമി വഴിയായി വെള്ളം വന്നു. സ്തോത്രം. അപ്പം അത് സംഭവിച്ചു, ഏതോ മരുഭൂമിയിൽ ദൈവം നീരുറവ് തുറന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ചില പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. നീ വിശ്വാസത്തോടെ നിന്റെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുക. സ്തോത്രം, സ്തോത്രം. മരുഭൂമിയാണ് കുഴി വെട്ടിയത്, താഴ്വരയിലാണ് കുഴി വെട്ടി. നിന്റെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, നിലവിളി ഒന്നാമത്തെ കാരണമായി. രണ്ടാമത്തെ കാരണം, കാറ്റുമില്ല, മഴയുമില്ല, ഒന്നും കാണുന്നില്ല. പക്ഷേ അവിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയത്തോടുകൂടെ അവൻ നിൽക്കാതെ നീ ഇന്ന് വരെയും വിശ്വസിച്ച് അവന്റെ പാപത്തിൽ നിന്നതുകൊണ്ട്, ഇന്ന് വിശ്വസിച്ചുകൊണ്ട് നീ അസാധ്യ വിഷയത്തിന് മേൽ അവൻ ദൈവം പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നിന്റെ മുമ്പിൽ എടുക്കാൻ പോവുക. സ്തോത്രം. താമസിപ്പിച്ചു നോക്കി, അവൻ പ്രതികൂലം ഇട്ട് നോക്കി, നിന്നെ പരിഹാസപ്പെട്ട് നോക്കി. ദൈവം നിന്റെ ഉള്ളം പരിശോധിച്ചപ്പം നിന്റെ വിശ്വാസം ഒട്ടും ചോർന്നു പോകുന്നില്ല. എന്ത് വന്നാലും കർത്താവേ ഞാൻ പതറിയില്ല. അസാധ്യമെന്ന് വിശ്വസിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് ദൈവം പറയുക, ഇനി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. നിന്റെ ഭവനത്തിൽ അതിന്റെ വെളിപ്പെടുത്തൽ സംഭവിക്കും. സ്തോത്രം. ഒന്ന്, നിന്റെ നിലവിളി കേട്ടത്. രണ്ട്, നിന്റെ വിശ്വാസം ദൈവപ്രവൃത്തിയായി വെളിപ്പെടാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്, പുതിയത് അവൻ ചെയ്യാൻ പോവുക. ഹി ഈസ് ഗോയിങ് ടു ഡു ന്യൂ തിങ്സ്. അവൻ പുതിയത് ചെയ്യാൻ പോവുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട്, മൂന്നാമത്തെ കാരണം, പുറപ്പാട് 17-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ വായിക്കും. എക്സോഡസ് 17:1-3. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. സ്തോത്രം. ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങള്? ഒന്ന് വായിച്ചു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ, യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി പാളയമിറങ്ങി. പ്രൈസ് ദി ലോർഡ്. നീ ഓരോ ദൂത് പറയാൻ പോകുക. ആമേൻ. നിന്റെ ജീവിതത്തിലെ ഓരോ യാത്രകളും നിമിഷങ്ങളും ആമേൻ ദൈവത്തിലെ സമർപ്പിക്കേണ്ട നിമിഷം മുതൽ ദൈവ നിയോഗപ്രകാരമുള്ളതായതുകൊണ്ട് ഒരു പുതിയ കാര്യം ദൈവം ചെയ്യാൻ പോകുക. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ആ നിർണയപ്രകാരം ആയതുകൊണ്ട് അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. സ്തോത്രം. സമയം കളയരുത്. അതിന്റെ 5-ാം വാക്യത്തോട് വായിച്ചു. ജനം പിറുപിറുക്കാൻ തുടങ്ങി, ജനം സംസാരിക്കാൻ തുടങ്ങി, ഒത്തിരി ചെയ്തു. അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ യഹോവ മോശയോട് പറയുകയാണ്, ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകാം. ജനത്തിന്റെ മുമ്പിലൂടെ നീ കടന്നുപോ. ഞാൻ ഹൊറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. ഹൊറേബിൽ നിന്റെ മുമ്പാകെ ഞാൻ പാറമേൽ നിൽക്കും. നീ പാറയടിക്കണം, നീ പാറയടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പോകുന്ന വഴി ഒരു വാട്ടർ ടാങ്ക് കാണും. ആ വടിയെടുത്ത് അടിക്കണം എന്നാണ് പറഞ്ഞത്.
അല്ലെങ്കിൽ 5-6 കുടത്തിൽ വെള്ളം വെച്ചേക്കാം, കുടമെല്ലാം തല്ലിപ്പൊളിക്കാനാണ് പറഞ്ഞത്. പാറമേൽ പാറ നീ അടിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇവിടെ മോശ ചോദിക്കുക, ഈ ഏത് വകുപ്പനുസരിച്ച് പാറയ്ക്കകത്തുനിന്ന് വെള്ളം വരുന്നെന്ന് ആര് ചോദിച്ചില്ല? മോശ ചോദിച്ചില്ല. വടിയെടുത്തു, ഒരൊറ്റ അടി അടിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ അനുസരണം ദൈവപ്രവൃത്തിയെ വെളിപ്പെടാൻ പോവുക. സ്തോത്രം. അപ്പൊ ചെല്ലു ചോദിക്കും, അടിച്ചെന്ന് കേട്ടുള്ളൂ, വെള്ളം പുറപ്പെട്ടെന്ന് കേട്ടില്ലെന്നല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനുണ്ടോ? അടിച്ചെന്നേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എഴുതിയിട്ടില്ലേ? യെശയ്യാ 48:21 വായിച്ച്. 48 തോന്നുന്നു. നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല, അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. ഒറ്റയടിക്ക് എന്ത് സംഭവിച്ചത്? പാറ വിളർന്ന് പാറയിൽ നിന്ന് എന്ത് ചെയ്തു? വെള്ളം ഒഴുകി. അതുകൊണ്ട് ആരും ചോദിച്ചാൽ പറയില്ല, അയ്യോ അറിയത്തില്ല, ചിലപ്പോൾ ഒഴുകിക്കാണെന്ന് പറഞ്ഞേക്കുന്നത്. വചനത്തിലെല്ലാം ഉണ്ട്. സ്തോത്രം. എന്താ അറിയാത്തത്? ആര് വായിച്ചിട്ടാ? പ്രൈസല്ലോ. ആര് വായിച്ചിട്ടതൊക്കെ അറിയുന്ന? സ്തോത്രം. വെള്ളം അടിച്ചെങ്കിൽ, പാറ അടിച്ചെങ്കിൽ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ചൊരു ദൂത് പണ്ടൊരു ദേവദാസ് കണ്ടു. പറഞ്ഞു, മോനെ, അനേക പാറ അടുക്കി വെച്ചിരിക്കുന്ന ഒരു മതിൽ പോലെ നിൽക്കുക, അതിനടിപ്പുറ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക, ഇപ്പുറത്തോട്ട് ഒഴുകാൻ കഴിയുന്നില്ല. സ്തോത്രം. പക്ഷേ അതിൽ നിന്നൊരു പാറ കർത്താവ് എടുത്ത് അങ്ങ് മാറ്റി. സ്തോത്രം. അത് നീയാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഇതിങ്ങോട്ട് മാറിയപ്പോൾ വെള്ളം ആ പാറയ്ക്ക് ആ ഗ്യാപ്പിൽ ഒഴുകാൻ തുടങ്ങിയപ്പോൾ, ആമേൻ സ്തോത്രം, മറ്റ് പാറകൾക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല, എല്ലാവരും മറിഞ്ഞ് താഴോട്ട് വീണ് വെള്ളം അങ്ങ് ഒഴുകി കവിഞ്ഞെന്ന് പറഞ്ഞു. സ്തോത്രം. അന്ന് എനിക്ക് മനസ്സിലായില്ല. സ്തോത്രം. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. സ്നാനപ്പെടാൻ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ മാതാവ് സ്നാനപ്പെട്ടതാണ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠനും ചേച്ചിയും സ്നാനപ്പെട്ട. പക്ഷേ വേറെ ആരും ഞങ്ങളുടെ കുടുംബത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല. ഞാനും എൻ്റെ ജീവിത പങ്കാളി സ്നാനപ്പെടാൻ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഞാനും സ്നാനപ്പെടുന്നു. എൻ്റെ അനിയൻ പറഞ്ഞു, ഞാനും സ്നാനപ്പെടുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഭാര്യയും പറഞ്ഞു, ഞങ്ങളും സ്നാനപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ മോള് പറഞ്ഞു, ഞാനും സ്നാനപ്പെടുന്നു. മറ്റൊരു പറഞ്ഞു, ഞാനും സ്നാനപ്പെടുന്നു. ആമേ ഞങ്ങളുടെ ഭവനത്തിനടുത്തുള്ള സഹോദരി പറഞ്ഞു, ഞങ്ങളും സ്നാനപ്പെടുന്നു. 10 പേര് ഒരുമിച്ച് അങ്ങ് സ്നാനപ്പെട്ടു. സ്തോത്രം. എന്ത് മനസ്സിലായി? നീ ഒരു തടങ്കൽ പാറയാ. നീ പുറത്തു വന്നെങ്കിൽ മാത്രമേ അനേകര് പുറത്തു വരുവുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ തീരുമാനം, 10 പേരങ്ങ് സ്നാനപ്പെട്ടു. സ്തോത്രം. ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷ്യം, ഒരു കുളം പോലും ശേഷിക്കാതെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് കടന്നു വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാറ അടിച്ചു. അവൻ്റെ അനുസരണം. പിന്നെ എനിക്കറിയാം, മോശയോട് പറഞ്ഞു, നീ പിന്നെ അടിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞു. അവനെന്ത് ചെയ്തു? അതിനെന്ത് പറഞ്ഞു? നിന്റെ അനുസരണക്കേട് കാരണം നിനക്ക് നീ കനാൻ ദേശം കാണാൻ കഴിയില്ല. കർത്താവ് പറയുന്നു, മോശേ, നിന്റെ അനുസരണം മൂലം ഞാൻ നിനക്ക് വേണ്ടി പുതിയ ചെയ്യാൻ പോകുക. സ്തോത്രം. 3 കാരണങ്ങളാണ് ദൈവം പറയുന്നു. ദൈവസഭയുടെ ജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. 1, നിന്റെ നിലവിളി സ്വർഗം കേട്ടിരിക്കുന്നു. 2, നിന്റെ വിശ്വാസം ദൈവം കണ്ടിരിക്കുന്നു. 3, നിന്റെ അനുസരണം ദൈവം കണക്കിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇത് മുഖാന്തരമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നെ ചോദ്യം, എന്താണ് ആ പുതിയ കാര്യങ്ങൾ? അവർ പറഞ്ഞ് പ്രാർത്ഥിക്കാം. വേഗത്തിൽ വായിച്ച സൈഡ് 36:9 മുതൽ 9 വായിച്ചു. ജനസിസ് 6:9. പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തെന്നാൽ നോഹയുടെ ഓശാരം എന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹ ദൈവത്തോടു കൂടെ. നോഹയുടെ കുടുംബം ആരുടെ കൂടെയോ നടന്നു. സ്തോത്രം. ആര് നടന്നു? നോഹ ദൈവത്തോടു കൂടെ നടന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതിന്റെ 13-ാം വാക്യം 14-ാം വാക്യം.
ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ദൈവം നോഹയോട് കൽപ്പിച്ചു, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. എല്ലാത്തിനും ഞാൻ തീർക്കാൻ പോവാ. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. നീ ഇത് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറ. ദൈവത്തിന് സ്തോത്രം. അപ്പം അതിന്റെ 17 മുതൽ 19 വായിച്ചു. ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോട് ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കേണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണം. 22 വാക്യത്തിൽ പറയുന്നു, നോഹ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നിന്റെ 7-ാം അധ്യായം 4-5 വായിക്കും. ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യ്ക്കും. അയ്യോ, 40 രാവും 40 പകലും. സ്തോത്രം. നോഹ ചോദിച്ചു, എന്താണ് മഴ? സ്തോത്രം. എന്താണ് ഈ മഴയുടെ പ്രത്യേകത? എന്താണ് അറിയാം? എന്താന്ന്? ഉൽപ്പത്തി 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ച്. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. യഹോവ ദൈവം ഭൂമിയിൽ എന്ത് ചെയ്യില്ല? സംഗതി റെഡിയാ, പക്ഷെ അന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? മഴ പെയ്യിച്ചിട്ടില്ല. മനുഷ്യൻ മഴ കണ്ടിട്ടുമില്ല. മനുഷ്യന് മഴ എന്താന്ന് അറിയത്തുമില്ല. സ്തോത്രം. ആദ്യം കൊറോണ എന്ന് പറയപ്പം നമ്മൾ വിചാരിച്ചു എൻ്റെ വീട്ടിൽ പപ്പട അതിൻ്റെ പേര് റോണാന്ന്. അത് വല്ലതാന്നോ? പിന്നെ ഓരോന്നോരും താഴെ വീണപ്പോഴാണ് മനസ്സിലായ സംഗതി ഇതാണ്. പിന്നെ സ്തോത്രം. പിന്നെ പറഞ്ഞു, സോപ്പിട്ടാൽ മാറുന്നതാണ് എന്ത്? കൊറോണ. നമുക്ക് എന്തായിരുന്നു? പുതിയൊരു അനുഭവം. അതിനുശേഷം പറഞ്ഞു അതിന്റെ വേരിയന്റ് വരുന്നു, ഡാഷ് വരുന്നു. നമ്മൾ പേടിച്ചില്ല. പുതിയത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. നോഹയോട് പറഞ്ഞു, നീ കാണാത്തൊരു പുതിയ സംഗതി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 40 രാവും പകലും ഭൂമിയിൽ ചെയ്യാൻ പോകുക. നിന്റെ കുടുംബത്തിന്റെയും വിടുതലിന് വേണ്ടി ആമേൻ ഞാൻ ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. സ്തോത്രം. 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാര്യം ഓർത്തോണം, നോഹയ്ക്ക് എല്ലാം ഒന്നും മനസ്സിലായി കാണത്തില്ല. മഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത പോലെ നോഹയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ നോഹ ഒരു കാര്യം മനസ്സിലായി, ദൈവം കൽപ്പിച്ച പോലെ അങ്ങ് ചെയ്യണം. കാരണം എന്താ അറിയാമോ? നോഹ ദൈവത്തോടു കൂടെ നടന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി 8-ാം അധ്യായത്തിലേക്ക് 15-16 വായിച്ചു. ദൈവം നോഹയോട് അരുളി ചെയ്തു. മഴ പെയ്തു. അല്ല, എന്റെ 7-ന്റെ 21 വായിച്ചു. 7:21. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് രക്ഷയും ശത്രുവിന് ശിക്ഷയുമായിരിക്കും. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പെട്ടകത്തിൽ ഉണ്ടാകുന്നതിന് മാത്രം ശേഷിച്ചു. ഇനി എന്റെ 15-ാം അധ്യായത്തിലേക്ക് 15-ാം ഭാഗത്തിന്റെ 15 ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവേ. പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 18 അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, മഴയ്ക്ക് മുമ്പ് ദൈവം സൃഷ്ടിച്ച ജനം, മഴയ്ക്ക് ശേഷം ദൈവം വീണ്ടെടുത്ത ജനം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. മഴയ്ക്ക് മുമ്പ് ദൈവം സൃഷ്ടിച്ച ജനം, മഴയ്ക്ക് ശേഷം ദൈവം വീണ്ടെടുത്ത ജനം. ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്തെന്ന് തിരിച്ചറിഞ്ഞ ജനം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം പറഞ്ഞ് അനുസരിക്കുമ്പോഴുള്ള സംരക്ഷണം അറിഞ്ഞ ജനം, ദൈവത്തിന്റെ കരുതലറിഞ്ഞ ജനം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 6:13-14 ഇങ്ങനെയാണ് പറഞ്ഞത്. നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? 6:14 നീ ഗോഹോർ മരം കൊണ്ട് പെട്ടകമുണ്ടാക്കിയത് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ, ദൈവം പറഞ്ഞുള്ളൂ. എന്നാൽ 8:20 വരുമ്പോൾ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം, ദൈവം പറഞ്ഞില്ല യാഗപീഠം ഉണ്ടാക്കുവാൻ, ദൈവം നോഹയോട് കൽപ്പിച്ചില്ല യാഗപീഠം ഉണ്ടാക്കുവാൻ. എന്നാൽ നോഹ ദൈവത്തിനൊരു യാഗപീഠം ഉണ്ടാക്കി. വിടുവിച്ച ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വായിച്ചേ. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. താനും തന്റെ കുടുംബവും ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ദൈവം ചെയ്ത പുതിയ കാര്യങ്ങൾ എന്തെന്ന് പറയട്ടെ. നിന്റെ കുടുംബത്തിലെ ആരാധന മാറാൻ പോകുക. സ്തോത്രം. നിന്റെ ആത്മീയ അനുഭവം വ്യത്യാസം വരുത്താൻ പോകുക. സ്തോത്രം. ഇതുവരെയുള്ള പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരുത്താൻ പോകുക. സ്തോത്രം. ഇതുവരെ നീ അറിവ് കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇനി നീ അനുഭവം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുക. നിന്റെ കുടുംബവും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു നോഹ ഉറച്ചു നിന്നത് കൊണ്ട് ദൈവം ഒന്നിനോട് വാഗ്ദത്തം പറയുക. നീ നിലവിളിച്ചും വിശ്വാസത്തോടും കൂടെ അനുസരണമുള്ളവരായി നിന്നോട് കൂടെ നിന്നതുകൊണ്ട് അവൻ നിന്റെ കുടുംബത്തിലെ ദൈവം മാറ്റിയെടുക്കാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി ദൈവം ആത്മാവിന്റെ ആരാധന വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഇത് പ്രശ്നം അറിയാം. പെട്ടകം ഉണ്ടാക്കുമ്പോൾ പുള്ളി കറക്റ്റ് അളവും നീളവും വീതിയൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? നോഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ ആരാധിച്ചപ്പോൾ നോഹ പറയാ, എനിക്ക് അളവില്ലാതെ എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അളക്കുവാൻ കഴിയാതെ സ്നേഹത്തിലേക്ക് ആരാധിപ്പാൻ കഴിയുന്നു. അതിന് അളവില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സ്നേഹത്തിന് എന്തില്ല? അളവില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് ദൈവം തരുന്ന വാഗ്ദത്തം, നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു ആത്മീയ വിടുതൽ ദൈവം തരാൻ പോകുക. സ്പിരിച്വൽ റിവൈവൽ നിന്റെ ഫാമിലിയിൽ സംഭവിക്കാൻ പോകുക. സ്തോത്രം. 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 ആമേൻ. നിർബന്ധത്താലല്ല, അനുഭവിച്ചിട്ട് നീ ആരാധിക്കാൻ പോകുക. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിന്റെ കുടുംബത്തിലെല്ലാവരും ഈ അനുഭവത്തിലേക്ക് വരാൻ പോകുക. സ്തോത്രം. അനുഭവിച്ചെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൗരഭ്യമുള്ള ആരാധനയായി വെളിപ്പെടാൻ കഴിയുള്ളൂ. സ്തോത്രം. മറ്റേ ആരാധനയെല്ലാം നിയമപ്രകാരം എന്തായിരുന്നു? നീ പാപം ചെയ്താൽ കാളയെ കൊണ്ടുവരണം, ആടിനെ കൊണ്ടുവരണം. ഇതൊക്കെ എന്തായിരുന്നു? നിയമമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അളവുകളില്ലാതെ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്നപ്പോൾ അവൻ പുതുഭാഷകളിൽ ഹല്ലേലൂയ അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആമേൻ. സമയം അവർ അറിഞ്ഞില്ല. ആമേൻ. ആമേൻ. അതിൻ്റെ നിമിഷങ്ങൾ അവർ അറിഞ്ഞില്ല. മറ്റുള്ള സംഭവങ്ങളൊന്നും അവർ അറിഞ്ഞില്ല. ആത്മാവിൽ അവർ ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. അവരുടെ ഭയം മാറി, അവരുടെ വിദ്വേഷം മാറി, അവരുടെ എല്ലാ പൈശാചിക അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി ക്രിസ്തുവിനായി എരിഞ്ഞടങ്ങുന്നവരായി മാറിയതുപോലെ ആമേൻ സ്പിരിച്വൽ റിവൈവൽ നിന്റെ കുടുംബത്തിൽ ദൈവം വാഗ്ദത്തം തരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതുവരെ എന്താണെന്നറിയാമോ? നീ അസാധ്യം എന്ന് പറഞ്ഞതാ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മരുഭൂമി ഇമ്പോസിബിൾ പറഞ്ഞു. കുടുംബം സ്തോത്രം. നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം.
പ്രൈസ്തലോട്. രണ്ടാമത് ദൈവം ചെയ്യാൻ പോകുന്ന നല്ല കാര്യം പുറപ്പാട് പുസ്തകം 14:10-11. എക്സോഡസ് 14:10-11. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ടു ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടയണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലേ? 14 വാക്യം. ഇവർ നിലവിളിച്ചപ്പോൾ മോശ പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. സ്തോത്രം. സൈന്യം അടുത്ത് വരെ മരണം ഏത് നിമിഷവും സംഭവിക്കും. ഒന്ന് ഈ വെള്ളത്തിൽ വീണ് മരിക്കും, ഇല്ലെങ്കിൽ അവർ അമ്പും വില്ലുവെറ്റ് മരിക്കും, ഇല്ലേ പട്ടിണി കിടന്ന് മരിക്കും. മരണം മുന്നിൽ കിടക്കുക. എന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിടുതലില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് ദൈവാത്മാവ് പറയുവാനുള്ള, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 15-16 വായിച്ചേ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. കടലിന്റെ നടുവിൽ ഒരു പുതിയ വഴി. ഇന്ന് വരെ ദൈവം അത് ചെയ്തിട്ടില്ല. ഇപ്പൊ കർത്താവ് എന്നോട് പറയുക, നീ കൈ നീട്ട്, ഞാൻ വിവാഹിക്കണം, ഞാൻ ചിലപ്പോൾ കൈ നീട്ടാൻ സാധ്യതയുണ്ട്. കാരണം മോശയുടെ കാലത്തൊന്ന് ദൈവം ചെയ്തതാ. പക്ഷെ മോശ എന്ത് പറഞ്ഞൊന്ന് കൈ നീട്ടും. സ്തോത്രം. ഞാൻ ഓവർ ബ്രിഡ്ജിലാണെന്ന് പറഞ്ഞാൽ പോലും മോശ ഒന്ന് കൈ നീട്ടി എന്നെ. സ്തോത്രം. ഞാനിപ്പോ ഒരു കപ്പലും സൈന്യം വിടാതെ പറഞ്ഞത് മോശ കൈ നീട്ടും. സ്തോത്രം. പക്ഷെ കടലിൽ വഴി തുറക്കാൻ എങ്ങനെ ഞാൻ കൈ നീട്ടും. സ്തോത്രം. പുതിയത് ചെയ്യാൻ പോവുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ രക്ഷയാ അവന്റെ ലക്ഷ്യം. സ്തോത്രം. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ബുദ്ധിക്ക് അതീതമായ ദൈവം എന്ത് ചെയ്യാൻ പോവാ? പ്രവർത്തിക്കാൻ പോവുക. സ്തോത്രം. ഇതുവരെ ചെയ്യാത്തത് പുതിയത് അവൻ ചെയ്യാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. 21 മുതൽ വായിച്ചു. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അവൻ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. സ്തോത്രം. മോശ കൈ നീട്ടി ഉണങ്ങിയ നിലം പോലെ രണ്ടായി കടൽ വിഭാഗിച്ച് ടാറിട്ട റോഡ് പോലെ. സ്തോത്രം. നല്ല അടിപൊളി ഹൈവേ പോലെ സംഗതി കിടക്കും. ജനം അതിലേക്കൂടെ ഇറങ്ങി ഓടി. പുറകെ നല്ല റോഡല്ലേ, അതിനേക്കാളും വേഗത്തിൽ കുതിരേൻ്റെ അതോടെ പാഞ്ഞ് വന്നു. ദൈവത്തിന് സ്തോത്രം. 27 വാക്യം വായിക്കാം. മോശ കടലിന്മേൽ കൈനീട്ടി. കടലിന്മേൽ കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിനെതിരായി ഓടി. യഹോവ മിസ്രൈമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. അടുത്ത വാക്യം പറയുന്നു, മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഫറവോൻ അവന്റെ സൈന്യത്തിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഒരേ വഴി, തൻ്റെ മക്കൾക്ക് രക്ഷയും ശത്രുവിന് ശിക്ഷയും. സ്തോത്രം. എന്താ ദൂരം എന്നറിയാമോ? 14-13 വാക്യം ഒന്ന് വായിച്ചേ. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ ഇതുവരെ അടിമത്തത്തിലായിരുന്ന മിസ്രൈമ്യരെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. ദൈവം പുതിയ ചെയ്യാൻ പോകുന്നത് അറിയാമോ? മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചതുപോലെ, ആമേൻ ആമേൻ, ജാതി അടിമത്തത്തിൽ നിന്ന്, പാരമ്പര്യ അടിമത്തത്തിൽ നിന്ന്, ആമേൻ, തന്റെ മക്കളെ ഇനി ഒരിക്കലും മടങ്ങി പോകാതെ വണ്ണം പുതിയ ആത്മകൃപയിലേക്ക് നയിക്കാൻ പോകുക. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയും, ഇതിലും ഭേദം ആ പള്ളിയിൽ ഇരിക്കുന്നതായിരുന്നു.
ഇതിലും ഭേദം ഇടയ്ക്ക് പെരുന്നാളിൻ്റെ റാസ കാണുമ്പോൾ, ഇടയ്ക്ക് അവിടുത്തെ ബാൻഡിൻ്റെ തുള്ളലെ കാണുമ്പോൾ നമ്മളും അറിയാതെ ഇങ്ങനെ എന്ത് രസമായിരുന്നു. സ്തോത്രം. സെബസ്ത്യാനോസിനെടുത്ത് ഓടത്തും വെച്ചോണ്ട് അയ്യോ സ്തോത്രം, പുള്ളിയോട് പ്രാർത്ഥിക്കുക, സെബസ്ത്യാനോസേ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, അപേക്ഷിക്കണമേ. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് 6 പേരും പിടിച്ചോണ്ട് സെബസ്ത്യാനോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പള്ളി കൊണ്ട് വെക്കുക, താത്ത് വെക്കുക, പൊക്കി വെക്കുക, എടുത്ത് വെക്കുക. ഈ പുള്ളിയോട് നമ്മൾ എന്ത് ചെയ്യുക? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ അടിമനുഖത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ അനേകരെ ശത്രു തകർത്തു. പക്ഷെ നിന്നോടും നിന്റെ കുടുംബത്തോടൊരു വാഗ്ദത്തം പറയുക, ഇറങ്ങി വരുന്നവരൊന്നും ഇനിയും മടങ്ങി പോകാതെ വേണം അടിമനുഖത്തിൽ ദൈവം വിടുവിക്കാൻ പോകുക. സ്തോത്രം. ഒന്ന് ആരാധനയും ആത്മീയകൃപയും നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്നു. ദൈവം പകരുവാൻ പോകുക. സ്തോത്രം. സത്യം അവരെ അറിയും, സത്യം അവരെ സ്വതന്ത്രരാക്കാൻ പോകുക. സ്തോത്രം. അയ്യോ, നീ ചിരിക്കുന്നതിന് കാരണമുണ്ട്. ഇത് അസാധ്യം നീ പറഞ്ഞതല്ലേ? യെസ്, ദൈവം പറഞ്ഞു സാധ്യമാകാൻ പോകുന്നത്. എപ്പോൾ? ഇപ്പോൾ സംഭവിക്കാൻ പോകുക. സ്തോത്രം. അയ്യോ, ഇതെങ്ങനെ അവർ സത്യം അറിയും? ഇവരിനി എങ്ങനെ ഇത് മനസ്സിലാക്കും? എങ്ങനെ അവർ മനസ്സിലാക്കി കൊടുക്കും? ദൈവത്തിന്റെ സ്തോത്രം. നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കുക, ദൈവം പ്രവർത്തിക്കാൻ പോകുക. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. ഇനി നീ കണ്ട മിസ്രൈമിനെ ഉണ്ടല്ലോ, നമ്മൾ 19 വായിച്ചെന്തായിരുന്നു? നീ ഇതിനാണ് അവിടെ കൊണ്ടുവന്നത്. അവിടെ കിടന്ന് മരിക്കത്തില്ലായിരുന്നു. അവിടെ എന്താ നല്ല ശവക്കല്ലറ ഉണ്ടായിരുന്നു. മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ? അയ്യോ, ഞങ്ങൾ കുടുംബക്കല്ലറ ഉള്ളവരാ, പള്ളിയിൽ 5 ലക്ഷം കൊടുത്തതാ, നല്ല കിടിലം കല്ലറ കിടന്നിട്ട് ഞങ്ങൾ ഇട്ടു വരാറ് നടക്കുമായിരുന്നു പറഞ്ഞവർ അക്കരെ നാട്ടിൽ ദൈവം കൊണ്ടാൻ പോകുക. സ്തോത്രം. ഇനി അവരെ ശവക്കുഴിയിലേക്ക് എന്ത് ചെയ്യല? തിരിഞ്ഞു നോക്കുകയല്ല. ആമേ. തിരിഞ്ഞു നോക്കാതെ വണ്ണം ദൈവം പുറകോട്ടുള്ളവരെ വഴി അടച്ച് മുന്നോട്ട് ദൈവരെ നയിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമരെ ഒരു നാളും കാണുകയില്ല. പ്രൈസ് ഗോഡ്. സകല ജാതീയ പാരമ്പര്യ ശക്തികളിൽ നിന്ന് ദൈവം വിടുവിക്കാൻ പോകുക. വിടുവിക്കുന്നവർ ഉറച്ചു നിൽക്കാൻ പോകുക. സത്യമറിഞ്ഞവർ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കാൻ പോകുക. അത് നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. പുതിയത് അതിനുവേണ്ടി ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. യോശുവ 1 മുതൽ വായിച്ചു 3 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജോഷുവ 1:1-3. ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും നിന്റെ ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോശുവോട് പറഞ്ഞു, ഇത്രയും മരുഭൂമിയിലൊക്കെ ചുറ്റി നടത്തി ഇത്രയും പ്രയാണമൊക്കെ ചെയ്തെങ്കിൽ ഇനി ഞാനൊരു കാര്യം തീർപ്പ് കൽപ്പിക്കാൻ പോവുക. ഈ യോർദാൻ കടക്കുന്ന നിമിഷം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറുന്ന നിമിഷങ്ങളാക്കി ഞാൻ മാറ്റാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എൻ്റെ ലക്ഷ്യം. നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിറവേറുന്ന നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്ന കാണാൻ നിന്റെ പിതാവ് ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് പകലെങ്കിലും നീ ഒന്ന് വിശ്വസിക്കുക. സ്തോത്രം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന്റെ 6-ാം വാക്യം പറയുന്നു, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. പ്രൈസ് ദി ലോർഡ്. നീ അത് പ്രാപിക്കുകയും നിന്നിലൂടെ നിന്റെ കുടുംബം, ഈ ജനം വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. സ്തോത്രം. അത് കിട്ടണമെങ്കിൽ നിന്റെ കാൽ എവിടെ ചവിട്ടണം? ഞാൻ നിനക്ക് തരാവുന്ന ദേശത്ത് നിന്റെ ഉള്ളംകാലത്ത് ചവിട്ടുന്നത് കാണാൻ വേണ്ടിയുള്ള പ്രയാണമാണ് ഇന്ന് വരെ നടന്നത്. അത് ഞാൻ പൂർത്തീകരിക്കാൻ പോവുക. സ്തോത്രം. നീ ചവിട്ടിയാൽ നിന്റെ കുടുംബം ചവിട്ടും. സ്തോത്രം. നീ ചവിട്ടിയാൽ നിന്റെ ദേശക്കാർ ചവിട്ടും. സ്തോത്രം. നീ ചവിട്ടിയാൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ചവിട്ടും. സ്തോത്രം. നീ ചവിട്ടാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോവുക. സ്തോത്രം. ദൈവം അതിന് പദ്ധതി ഒരുക്കിയപ്പോ തന്നെ ശത്രു വേറൊരു പദ്ധതി അങ്ങ് ഒരുക്കി. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ഒരു വലിയ മതില് അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കെട്ടി. ഇവര് എന്ത് ചെയ്യരുത്?
ഈ യോശുവയുടെ ഉള്ളങ്കാൽ വാഗ്ദത്തത്തിന് ഒരു അരികിൽ പോലും എന്ത് ചെയ്യരുത്, ചവിട്ടരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തോണം, ഈ സാൽമിയയിൽ വരരുതെന്നായിരുന്നു ആരുടെ ആഗ്രഹം? പിശാചിന്റെ ആഗ്രഹം. നമ്മൾ മണ്ടന്മാരായിട്ടും ദൈവം നമ്മളിവിടെ കൊണ്ടുവന്നു. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടിയെങ്കിൽ വാഗ്ദത്ത പൂർത്തീകരണം സംഭവിക്കാൻ പോവുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പ്രവൃത്തിക്ക് സഭ ഒരുങ്ങിക്കോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹാപ്രവൃത്തിക്കായി ഒരുങ്ങിക്കോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ തിരിച്ചു ഒരു മതിൽ കെട്ടി വെച്ചേക്കുക. ദൈവത്തിന് സ്തോത്രം. വായിച്ചു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് ആരും പുറത്തിറങ്ങിയതുമില്ല, അകത്ത് കയറിയതുമില്ല. സ്തോത്രം. പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ചു. മിസ്രൈമെ അടിമത്തിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ ആത്മാവിൽ കുറയുന്നുമില്ല. സ്തോത്രം. അങ്ങനെ നിൽക്കുക. സ്തോത്രം. എങ്ങനെ? ആദ്യത്തെ അന്യഭാഷ, ആദ്യത്തെ കൃപ, ആദ്യത്തെ പ്രാർത്ഥന, ആദ്യത്തെ വിശ്വാസം, അങ്ങനെ നിൽക്കുക. വളർച്ചയുമില്ല. കാരണം ശത്രുവിന്റെ മുമ്പിൽ എന്ത് വെച്ചിരിക്കുക? വലിയ മതിൽ കെട്ടി വെച്ചിരിക്കുക. സ്തോത്രം. അടുത്ത വാക്യം. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും ദൈവസഭയോട് ഈ ദേശത്തെയും ദേശത്തിലെ അധികാരികളെയും യുദ്ധവീരന്മാരെയും ഏൽപ്പിച്ചിരിക്കുന്നു. സഭയെ ഏൽപ്പിക്കുക പരിശുദ്ധാത്മാവ്. സ്തോത്രം. എന്നോട് പറയുന്നത് പരിശുദ്ധാൽ ഓർക്കുന്നുണ്ടോ? സഭ ഒരു സൈന്യമായി ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അമേൻ, അമേൻ, അമേൻ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന സ്തോത്രം. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വായിച്ചു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസവും. 7 ദിവസവും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവമുള്ളവരായി ദൈവസഭയുടെ മക്കൾ എന്ത് ചെയ്യണം? മാറണം. ഇതൊരു വെള്ളിയാഴ്ച പിന്നെ കാണുന്നത് എപ്പോഴാ? അടുത്ത വെള്ളിയാഴ്ച. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരനും കുടുംബവും ഈ ചർച്ചയോട്ട് വരാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് പുള്ളി അളിയൻ ഇവിടെ ഉണ്ട്. അളിയൻ പറഞ്ഞു, അളിയ അങ്ങോട്ട് പോകരുത്. മറ്റേ ചർച്ചിനെ പോലില്ല. 10 മിനിറ്റ് ലേറ്റായ ഫോൺ കോൾ വരും. ഒരു ദിവസം കണ്ടില്ലേ കഴുത്തിന് പിടിക്കും, ചെവിക്ക് പിടിക്കും. മറ്റേടത്താണ് ആരും അന്വേഷിക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ചോദിക്കും, പറയും. അവസാനം ബൈബിള് ബുക്ക് എഴുതിയോ ചോദിക്കും. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യരുത്? പോകരുത്. അന്വേഷിക്കും, സ്നേഹിക്കും, കരുതും, പ്രാർത്ഥിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? പോകരുത്. ദൈവത്തിന് സ്തോത്രം. 7 ദിവസവും ആമേൻ അതിൽ വ്യാപൃതരായി നമ്മൾ ജീവിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് എപ്പോഴും കർത്താവിൻ്റെ നമ്മൾ ജോലിക്ക് പോകണമെന്നില്ല. ആമേൻ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ എന്തെല്ലാം കർത്താവിന് ചെയ്യുക. നിങ്ങളുടെ ഒരു ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 7 ദിവസം ബൈബിൾ വായിക്കാവോ? ബാക്കിയൊന്നും ചെയ്യണ്ട. നിങ്ങൾ 7 ദിവസം ബൈബിൾ വായിക്കാവോ? അത്ഭുതം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ. 7 ദിവസം 5 മിനിറ്റ് പ്രാർത്ഥിക്കാവോ? ഈ 2 കാര്യങ്ങൾ അത്ഭുതം നടക്കും. സ്തോത്രം. യെരിഹോ മതിലിനെ തകർക്കുവാൻ നിങ്ങളിങ്ങനെ ചുറ്റി നടക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള അഗ്നിരഥങ്ങളും അല്ലെങ്കിൽ അഗ്നിമയമായ ഇതും കൊള്ളേ വരാമെന്നാണ് കർത്താവ് പറഞ്ഞ്. അല്ല, നിങ്ങൾ 7 ദിവസം വായിച്ചു. അതിന്റെ ബാക്കി വായിച്ചു. 5-ാം വാക്യം. അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണം വചനം വായിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്ന സ്തോത്രം. എത്ര വർഷമായി വിശ്വാസത്തിന്? 35. സ്തോത്രം. എത്ര വർഷമായി? 15. സ്തോത്രം. വന്നതുപോലെ എന്ത് ചെയ്യുക? വന്നതുപോലെ ഇരിക്കുക. സ്തോത്രം. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. പ്രൈസ് ദി ലോർഡ്. വചനം പറയും, പ്രായം നോക്കിയാൽ നിങ്ങൾ ആരായി തീരണമായിരുന്നു? സ്തോത്രം. ഇതെല്ലാം കളഞ്ഞിങ്ങനെ തകർന്നിരിക്കുക.
ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയ ചെയ്യാൻ പോകുന്നു. നിനക്കൊരു ആത്മീയ വളർച്ച തരാൻ പോകുക. സ്തോത്രം. അതിന് തടസ്സമായ ശക്തികളെ ആമേൻ തകർത്ത് തരാൻ പോകുക. സ്തോത്രം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, 2 കാര്യം പരിശുദ്ധാത്മ പറഞ്ഞു. 7 ദിനവും നീ വചനം വചനം കൃത്യമായി വായിക്കുക. 7 ദിനവും നീ ഒരു സമർപ്പിക്കപ്പെട്ട സമയം, ആ സമയം നീ പ്രാർത്ഥിക്കുക. 1 മിനിറ്റേ ഉള്ളൂ, 1 മിനിറ്റ് പ്രാർത്ഥിക്കുക. ആമേൻ. വിശ്വസ്തനാകുക ഏറ്റെടുത്ത കാര്യത്തിൽ. ഒരു യോദ്ധാവിനെ പോലെ നീ ആർപ്പിടുമ്പോൾ പട്ടണം അതിലെന്ത് ചെയ്യും? വീഴും. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചു, ഞാനോ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. സെരുബ്ബാബേൽ മുമ്പിലിരിക്കുന്ന മഹാപർവ്വതമേ, ആമേൻ, നീ സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഈ ആത്മാവ് ആരിൽ നിന്ന് വ്യാപരിക്കണം? നിന്നിൽ നിന്ന് വ്യാപരിക്കണം. കാരണം എന്താ അറിയോ? കൃപ എന്ന ആത്മാവോടെ സ്തോത്രം. നീ അത് ചെയ്യണം. സ്തോത്രം. നീ അത് 7-ാം ദിവസം ചെയ്യണമെങ്കിൽ 6 ദിവസം നിൽക്കണം. സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഇതെങ്ങനെ 7-ാം ദിവസം രാവിലെ ഒരു ബൈബിൾ പോലും വായിക്കുക ചെയ്യണേ? ഇങ്ങനെ നിൽക്കുക, പിന്നെ പറയാം ആരാധന അങ്ങോട്ട്, പഴയ പോലെ പ്രാർത്ഥന അങ്ങോട്ട്. സ്തോത്രം. എന്താ കാരണം? അമ്മയുമുള്ള പുട്ടും പൊറോട്ടും ബീഫ് വരെ അടിച്ച് കിടന്ന് ഉറങ്ങി വെച്ച് വെള്ളിയാഴ്ച രാവിലെ ഓടി കുളിച്ച് തണുപ്പിച്ച് പറയുന്ന ചെന്ന് ആരാധന വെളിപ്പെടുക. സ്തോത്രം. നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന നിമിഷം മുതൽ നിനക്ക് വചനധ്യാനം നടന്നുകൊണ്ടേയിരിക്കണം. നിന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കണം. 7-ാം ദിവസം പൊട്ടണം അതിൽ വീഴും. സ്തോത്രം. ആമേൻ. അതിന്റെ 20-21 വായിച്ച്. അനന്തരം ജനം ആർപ്പിടുകയും ആർപ്പിട്ടു. പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ അതിൽ വീണു. ജനം ഓരോരുത്തരും നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. ജനം ഓരോരുത്തരും മുൻപോട്ട് പറഞ്ഞേ, മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ചിന്തിച്ചേ, ഇത്രയും വലിയ മതില ഇടിഞ്ഞു വീഴുമ്പോൾ ഇങ്ങോട്ട് നെഞ്ചത്തോട്ട് വീഴാൻ സാധ്യതയുണ്ട്. വീഴുകയല്ല, അങ്ങോട്ടേ വീഴത്തുള്ളൂ. കാരണം അറിയോ? അതും കൂടെ നശിച്ചെങ്കിലേ നിനക്ക് മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ. സ്തോത്രം. ശത്രു എത്ര മതിൽ കെട്ടിക്കോട്ടെ, നിനക്കൊരു ഹാനി വരില്ല. പക്ഷേ 1-ാം ദിനം മുതൽ പണി തുടങ്ങണം. ഇത് 7-ാം ദിവസം പണി തുടങ്ങി നടക്കുകയില്ല. സ്തോത്രം. 1-ാം ദിനം മുതൽ നീ കാഹളം ഊതാൻ തുടങ്ങണം. നീ പട്ടണം ചുറ്റി ചുറ്റി നടക്കണം. 7-ാം ദിവസം സഭ ഒരുമിച്ച് കൂടി പുരോഹിതൻ നമ്മെ കാഹളം ഊതുമ്പോൾ, ജനം ഒരുമിച്ച് ആർപ്പിടുമ്പോൾ പട്ടണം വീഴും, മതിൽ വീഴും. ജനം എങ്ങോട്ട് പോയി? മുൻപോട്ട് പോയി. സ്തോത്രം. 3 കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ആത്മീയ അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നു. ആമി ഇറങ്ങി വന്ന ആത്മീയ അനുഭവത്തിൽ നിന്ന് ഒരിക്കലും മടങ്ങിപ്പോകാതെ വണ്ണം ദൈവം സത്യത്താൽ നിങ്ങളെ ഉറപ്പിക്കുന്നു. ഉറപ്പിക്കുക മാത്രമല്ല, അനുദിനം ക്രിസ്തുവിൽ വളരുന്ന ആത്മീയ വളർച്ചയുള്ളവരായി ദൈവം നിങ്ങളെ മാറ്റുന്നു. സ്തോത്രം. മുന്നോട്ട് പോകാനുള്ള സകല തടസ്സങ്ങളും ദൈവം മാറ്റുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുക. ഞാനിതാ പുതിയത് ചെയ്യുവാൻ പോകുന്നു. അതിപ്പോൾ ഉത്ഭവിക്കും. നിന്റെ നിലവിളി, വിശ്വാസം, നിന്റെ ആമേൻ അനുസരണം ദൈവം പ്രവർത്തിക്കാൻ പോകുക. വിശ്വാസത്തോടെ മടങ്ങിപ്പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുതിയെടുക്കാം.